പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലില്ലിക്കുട്ടി. വീട് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിലാണ്. എൻ്റെ ഭർത്താവിന് ലിവർ സിറോസിസ് അസുഖം 4th സ്റ്റേജിൽ ആയിരുന്നു. കാലിന് നീര് വന്ന് വീർത്തപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് സിറോസിസ് 4th സ്റ്റേജ് ആണ് എന്നറിയുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ് 5 ആയിരുന്നു. ഉടനെ 3 കുപ്പി ബ്ലഡ് കയറ്റി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഖമായി. ഹീമോഗ്ലോബിൻ്റെ അളവ് 9 ഒക്കെ ആയി തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇരിക്കെ 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സിറോസിസ് 4th സ്റ്റേജ് ആയതുകൊണ്ട് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് 1.5 ആഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെ കിടന്നു. തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആളിന് വല്ലാത്ത തളർച്ച, ദേഷ്യം, വയലൻ്റ് ആവലൊക്കെ തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു സോഡിയം കുറയാണ്, പൊട്ടാസ്യം കുറയാണ് എന്ന് പറഞ്ഞു. വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മരുന്നൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ആൾ കുഴഞ്ഞു പോകുന്നത് കണ്ടു. കുഴഞ്ഞു പോയപ്പോൾ ആൾ തല കുമ്പിട്ട് വരുന്നു, സംസാരിക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞു അമോണിയ കൂടിയിട്ട് തലയ്ക്ക് പിടിച്ചതാണ്, ഇത് കോമ സ്റ്റേജിൽ വരെ എത്തും, തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആൾ കുഴഞ്ഞ് എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വീണ് വരികയാണ്. ശരീരം തണുത്ത് അങ്ങ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ആശുപത്രിയിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ഓക്സിജനൊക്കെ കൊടുത്ത് കുറച്ചൊരു ഭേദം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആശ്വസിച്ചു. കുറച്ച് പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബെഞ്ചിൽ ഒരു കൃപാസന പത്രം ആരോ വായിച്ച് ഇട്ടിരിക്കുന്നത് കണ്ടു. അതെടുത്ത് വായിക്കാനിടയായി. വായിച്ചപ്പോൾ നിരവധിയായ സാക്ഷ്യങ്ങൾ അതിൽ കണ്ടു. അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഞാനും പോയി കൃപാസനത്തിൽ ഉടമ്പടി എടുക്കും, എന്നിട്ട് സാക്ഷ്യം പറയും എന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് ആളിൻ്റെ അവസ്ഥ മോശമായി കൊണ്ടിരുന്നപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. മൂക്കിലും വായിലും മൂത്രം പോകാനും എല്ലാം ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ ലേശ്വർ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വെൻറ്റിലേറ്റർ സഹിതം ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് 10-16 ദിവസം വെൻറ്റിലേറ്ററിലും ICUയിലുമൊക്കെ ആയിട്ട് കിടന്ന് ആൾക്ക് തീർത്തും ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്ന് കുറഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ ഓർമ്മശക്തിയോ ഒന്നും ഇല്ലാതെയായി. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ആൾ പതുക്കെ എഴുന്നേറ്റ് നടക്കാനും കുറച്ചൊരു ബോധത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുവരെയും ഭക്ഷണമെല്ലാം നമ്മൾ വാരി കൊടുക്കണം, ടോയ്ലറ്റിൽ ഒക്കെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അത്യാവശ്യ ബോധവും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യനെ ഇത്രത്തോളം ആക്കി തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയും ദൈവകുമാരനുമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ മകൾക്ക് കാനഡയ്ക്ക് പോകുന്നതിന് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു വിസയെല്ലാം ഇപ്പോൾ റിജക്ഷൻ ആകുകയാണ്, നിങ്ങൾ അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വിസയ്ക്ക് പരിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫീസെല്ലാം 10-12 ലക്ഷം രൂപ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. ഉടനെ ഞങ്ങൾ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ വിസ നമ്മൾ വിസ ഇപ്പം വയ്ക്കാതെ അടുത്ത സെപ്റ്റംബറിലേക്ക് വയ്ക്കുകയാണെങ്കിൽ 4.5 ലക്ഷം രൂപ നമുക്ക് നഷ്ടമാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ നമുക്ക് സന്ദേശം കിട്ടി. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് വെച്ച് 10-ാം ദിവസം തന്നെ വിസ കിട്ടി. എൻ്റെ മോളുടെ ഒപ്പം തന്നെ എൻ്റെ കസിൻ്റെ മോളും വെച്ചിരുന്നു. എന്നാൽ അവൾക്ക് വിസ റിജക്ഷൻ ആവുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നെ വിഷമമായി, എങ്ങനെ ഈ മോളെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരത്തേക്ക് വിടും, ആരുമില്ലല്ലോ കൂട്ടിന് എന്നോർത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് കാനഡയിൽ സ്ഥിരതാമസമുണ്ട്.
അപ്പോൾ അവരുടെ അടുത്തേക്ക് അവിടം വരെ എത്താനോ ആരും കൂട്ടില്ലല്ലോ. എത്ര സമയം പ്ലെയിനിൽ ഇരുന്നാലാണ് എങ്ങനെ എത്തുന്നുള്ള വലിയ സങ്കടത്തിലും വിഷമത്തിലുമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചേച്ചിയുടെ മോള് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാനൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ അവർ തിരിച്ചു പോകുന്നൊപ്പം ഈ മകൾക്ക് അവരോട് കൂടെ പോകാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ എത്തിച്ചേരാനും സാധിച്ചു. പിന്നെ മോൾക്ക് പഠിക്കാൻ കിട്ടിയ കോളേജ് ഈ മോൾ താമസിക്കുന്ന വീടിൽ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്തുള്ള ദൂരത്തിലായിരുന്നു. അപ്പോഴും എനിക്ക് വിഷമമായി, അമ്മേ ഈ കൊച്ചിനെ ആരും കൂട്ടില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ മാതാവ് ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, ആ കോളേജിൽ കുട്ടികൾ നിറഞ്ഞിട്ട് എൻ്റെ മോൾക്ക് ഈ ചേച്ചിയുടെ മോളുടെ താമസിക്കുന്ന വീടിൽ നിന്ന് 5 മിനിറ്റ് അകലെ ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നൽകി. അങ്ങനെ ചേച്ചിയുടെ മോളുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ പാകത്തിനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ഈ 2013 ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് 2 വീലറിൻ്റെ 4 വീലറിൻ്റെ എടുത്തതാണ്. 2 വീലർ ഓടിക്കാനേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. 4 വീലർ ഓടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, പേടി കാരണം. 2018 ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഓട്ടോമാറ്റിക് കാറ് വാങ്ങിയാൽ ഓടിക്കാതിരിക്കുമെന്ന് വിചാരിച്ച് അത് വാങ്ങി നോക്കി. എന്നിട്ടും എനിക്ക് തൊടാൻ പറ്റുന്നില്ല, ഭയങ്കര പേടി. പിന്നെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ പേടിയൊന്ന് മാറ്റി തരണേന്ന്. അങ്ങനെ മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് ഞാൻ തന്നെ കാറിൽ കയറിയിരുന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ എനിക്ക് പേടി കൂടാതെ കാർ ഓടിക്കാനും അമ്മ അനുഗ്രഹം ചെയ്തു തന്നു. 10 വർഷം കഴിഞ്ഞാണ് ഞാൻ കാർ ഓടിക്കുന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വണ്ടി എടുക്കാൻ പറ്റി. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരന് കോടാനുകൂടി നന്ദി പറയും.